എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നാളത്തെ പ്രമോയുടെ റിവ്യൂയിലേക്കും സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ കണ്ണനും മഹാലക്ഷ്മി അനന്തും കൂടി സംസാരിക്കുന്ന കൂട്ടത്തിൽ കണ്ണൻ പറയുവാണ് മഹാലക്ഷ്മി ഇപ്പൊ വളരെ ഹാപ്പിയാണ് ആ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി നിൽക്കുന്നത് കൊണ്ട്, പുറത്തു നിൽക്കുന്നത് കൊണ്ടെന്ന്. അപ്പൊ എന്നിട്ട് കണ്ണൻ പറയുവാണ് അതെങ്ങനെ ശരിയാവും, അത് എന്റെ വീടാണെങ്കിലും അവിടെ ഉള്ളവരെല്ലാം പുഴുക്കുത്തുകൾ ബാധിച്ചവരല്ലേ, അതുകൊണ്ട് അയാൾക്ക് ഇവിടെ നിൽക്കുന്ന ഹാപ്പി എന്ന് പറയുവാണ്. അപ്പം കണ്ണൻ അനന്തു പറയുവാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മരണഭയമുണ്ട് നിങ്ങളുടെ പേരിൽ എന്ന് പറയുവാണ്. അപ്പം മഹാലക്ഷ്മി ഞെട്ടുവാണ് മരണഭയമൊന്നും. അതായത് അവിടെ നിൽക്കുന്നവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ നിങ്ങളെ കൊല്ലുവോ എന്ന് വരെ ഞങ്ങൾക്ക് ഇപ്പൊ പേടിയുണ്ട്, അതുകൊണ്ടാണ് മരണഭയം എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളിപ്പോ എന്തായാലും തൽക്കാലം ഒന്നും പോകുന്നില്ല ജർമ്മനിക്ക്, അപ്പൊ നമുക്ക് പുറത്തു പോവുകയും ഇന്ത്യക്കകത്തും വെളിയിലും ഒക്കെ ആയിട്ട് കറങ്ങി നടന്ന് കുറച്ച് സമയമൊക്കെ കളയാം, എൻജോയ് ചെയ്യാം. അപ്പൊ മഹാലക്ഷ്മി കുറച്ചുകൂടെ ഹാപ്പി ആകുമല്ലോ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നിങ്ങൾ എന്നാൽ ശരി കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തു വെള്ളമൊക്കെ ഇറങ്ങുവാണ്. വെള്ളോട്ട് ഇറങ്ങുമ്പോഴത്തേനും നമ്മുടെ അയ്യപ്പനാണെങ്കിൽ അവിടെ നിന്ന് കറങ്ങുവാ. മാർക്കോ കറങ്ങുന്നത് കണ്ടിട്ട് അനന്തോട് ഒരു ഡൗട്ട് തോന്നും. അനന്ത് ചോദിക്കുവാണ് നീ ആരാന്ന് ചോദിക്കുവാണ്. അപ്പൊ പറയുന്നുണ്ട് ഞാനിവിടെ വെറുതെ വന്നതാ മാഷേ, ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് വന്നതാ മാഷേ എന്ന് പറയുവാണ്. അപ്പം എന്നിട്ട് അങ്ങ് പോവുകയാണ് പുള്ളിയെ കാണുമ്പോഴൊരു വശപ്പിശ കാണല്ലോ. അപ്പൊ തന്നെ അനന്തു അകത്ത് കയറിയിട്ട് പറയുവാണ് ഇവിടെ ഒരുത്തൻ കിടന്ന് കറങ്ങുന്നുണ്ട്, കണ്ടിട്ടൊരു ഗുണ്ടയാന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, ആര് വന്ന് കതകെ മുട്ടിയാലും ബെല്ലടിച്ചാലും നോക്കിയിട്ട് തുറക്കാവുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ മാർക്കോ അങ്ങ് പോയി, അനന്തവും പോയി. മറ്റേ ഗുണ്ടകളാണെങ്കിൽ പ്ലാൻ ചെയ്യുവാണ് ഇവരെ എങ്ങനെ വക വരുത്തുന്നത്, ഒറിജിനൽ ഗുണ്ടകൾ പ്ലാൻ ചെയ്യുവാണ്. അപ്പോഴാണെങ്കിൽ മേഘനാഥൻ വിളിക്കുകയും ചെയ്തു. മേഘനാഥൻ വിളിച്ചിട്ട് എന്തോ ആയിടാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് എപ്പോഴും അവന്റെ കൂടെ ആളുണ്ട് സാറേ, അതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല എന്ന് പറയുവാണ്. അപ്പം മേക്കൻ പറയുവാണ് ധൃതി വെച്ച് ചെയ്യണ്ട, തക്ക സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്നൊക്കെ ഗുണ്ടകളോട് പറയുന്നുണ്ട്. ഗുണ്ടകൾ പറയുവാണ് ഇയാളൊരു സമാധാനം തരുന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ മാർക്കോ അയ്യപ്പനോട് മറ്റേ പുള്ളി ഒരാളെ കൊണ്ടുപോകുന്നല്ലോ ഹോസ്പിറ്റലിൽ, ആ അപ്പൂപ്പൻ ചോദിക്കുന്നുണ്ട് മോൻ ആരാ ശരിക്കുമെന്ന്. അപ്പൊ പറഞ്ഞിട്ട് ഞാൻ ഇവിടൊക്കെ തന്നെ നടക്കുന്ന ഒരാളാന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയാം മോനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഏതോ അടിപിടി കേസിലെന്ന്. അതൊക്കെയുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, അടിപിടി കേസുകളിലും എല്ലാം ഇടപെടും, എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടും, ഞാൻ ഇവിടെ ഈ ഇവിടൊക്കെ തന്നെ ഉള്ള ആളാണ് എന്നൊക്കെ പറയുവാണ്. ഞാൻ ഇങ്ങനെ നടക്കുന്നതായത് കൊണ്ടാണല്ലോ എന്താണെങ്കിലും ഇങ്ങനെ പെട്ടെന്നൊക്കെ ഒരു ആശുപത്രി കേസ് കിട്ടൊക്കെ വന്നപ്പോൾ ഞാൻ മാമനെ ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടൊക്കെ തന്നെ ഉള്ള ആളാണെന്നൊക്കെ പറയുക. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ കിടപ്പുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ചോദിക്കുവാണ് ഗേൾ ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുവാണ് ആ മാമൻ. അപ്പൊ പറയുന്നുണ്ട് അങ്ങനൊന്നും അല്ല, എന്നാലും ഇവിടെ എനിക്ക് പരിചയപ്പെട്ട ഒരാളും കിടപ്പുണ്ട്, ഞാൻ ഇവിടൊക്കെ തന്നെ ഉള്ളതാന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പം മേഘൻ ആണെങ്കിൽ ഇതിനിടയ്ക്ക് മഞ്ജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ ഞാൻ 9-9:30 ആകുമ്പോൾ ഞാൻ വരും, നമുക്ക് ജ്വല്ലറി പോയി മാക്സിമം ഗോൾഡ് എല്ലാം അടിച്ച് കളക്ട് ചെയ്യാം, അതായത് പിന്നെ കളക്ട് ചെയ്യാം, ഇപ്പൊ കണ്ണില്ലാത്ത സമയമാണല്ലോ, അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം കാര്യങ്ങളൊന്നും വെക്കണം. അപ്പൊ മഞ്ജു പറയുവാണ് ഞാനും അങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുവാണ്. പിന്നെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോയെ നമ്മുടെ തോമസ് വൈദ്യൻ പിടിച്ചിട്ട് വയ്ക്കുവാണ്. എടാ നീ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ. അപ്പൊ പറയുന്നുണ്ട് എനിക്കതൊന്നും സെറ്റ് ആവത്തില്ല സാറേ, എനിക്കിങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തൊക്കെ നടന്നാൽ മതി, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെണ്ണൊന്നും വന്നാൽ ശരിയാവത്തില്ല, എനിക്കൊന്നാമത് ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ആ പെൺകുട്ടിക്ക് പോവും, അതുകൊണ്ട് അങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനൊന്നും താല്പര്യം, എനിക്കിത് ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നടക്കാനാണ് താല്പര്യം എന്നൊക്കെ പറയുവാണ്. അപ്പോഴും തോമസ് വൈദ്യന് പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, ബിസിനസ്സുകാരും പോലീസുകാരും ഒക്കെ, അവരോടൊക്കെ പറഞ്ഞ് നിനക്കൊരു ജോലി എന്താണെന്ന് സെറ്റാക്കി തരും, അങ്ങനെ നല്ലൊരു ജോലി കിട്ടാൻ നിനക്ക് ഈ ഗുണ്ട എന്നുള്ള പേരൊക്കെ മാറുമല്ലോ, അതുകൊണ്ട് നിനക്ക് സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതമൊക്കെ നയിക്കാമല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ശരിയാവത്തില്ല സാറേ, 6-7 വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ സംഭവിച്ചിട്ടുണ്ട്, ചോര പുരണ്ട കുറച്ച് ഓർമ്മകളുണ്ട്, അതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല, അതുകൊണ്ട് എനിക്കിങ്ങനൊരു കുടുംബജീവിതവും ഒന്നും എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ എന്നെ അങ്ങ് വിട്ടേര്, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളാന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോ ഇങ്ങനെ നിൽക്കുവാണ് ചാരി. അപ്പോഴത്തേനും മാർക്കോയുടെ തോളിലാണെങ്കിൽ ഒരു കയ്യ് നോക്കിയപ്പോൾ നമ്മുടെ അനന്തുവാണ്. അനന്തു പറയുവാണ്
നീ ശരിക്കും ആരാ, നീ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ പറയുമ്പോൾ പറയാം, സാറേ ഞാൻ ഇവിടെ ഒരു മാമനെ കൊണ്ട് വന്നതാ, ആ മാമന് ആക്സിഡന്റിൽ പറ്റി ഞാൻ ആ മാമനോട് വന്നത്, അതായത് ഞാൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. പിന്നെ എൻ്റെ നിന്റെ പേരെന്താന്ന് ചോദിക്കും അനന്തു. പറഞ്ഞു എൻ്റെ പേരൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, സാറിനിപ്പോൾ അതെന്തിനാണ് അതിന്റെ ആവശ്യം എന്ന് വെക്കുക. നീ എന്തിനാ കണ്ണന്റെ മുറിയുടെ അവിടെ കിടന്ന് കറങ്ങുന്നത്, നീ ഏത് കണ്ണൻ, അപ്പൊ നിനക്ക് കണ്ണനെ അറിയത്തില്ലേ? ഇല്ല, എനിക്ക് കണ്ണനെ ഒന്നും അറിയത്തൊന്നുമില്ല, എനിക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല സാറേ എന്ന് പറയുവാണ്. അല്ല സാറിന്റെ പേരെന്താ? അപ്പൊ അനന്ത് പറയുവാണ്, നീ നിന്റെ പേരും നാളൊന്നും പറയാൻ തയ്യാറല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് എന്റെ ഇതൊക്കെ പറയുന്നത്, അതുകൊണ്ട് എനിക്കും പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറയുക. അപ്പൊ മാർക്കോ പറയുവാണ്, സാർ ഒരു കാര്യം ചെയ്യുക, സാറിന് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ തോമസ് വൈദ്യനോട് പോയി ചോദിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം, അതുകൊണ്ട് സാറിന് എന്നെ വന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട, ഒരു ദുരുദ്ദേശവും എനിക്കില്ല, ഞാനൊരു മാമൻ ഇവിടെ കൂട്ടിരിക്കാൻ ബൈസ്റ്റാൻഡറായിട്ട് വന്നതാണ് ആ മാമനെയും കൊണ്ട്, അതുകൊണ്ട് സാർ എന്താണെങ്കിലും പോയി തോമസ് വൈദ്യനോട് ചോദിക്കാൻ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നാളത്തെ പ്രൊമോയാണ്. നാളത്തെ പ്രൊമോയിൽ മഞ്ജു മേഘനും എല്ലാം കൂടെ സ്വർണ്ണക്കടയിലൊക്കെ പോയി ഇഷ്ടം പോലെ സ്വർണ്ണം അങ്ങ് വാരിയെടുക്കുവാണ്. വാരിയെടുത്തിട്ട് ബില്ലിന്റെ കാര്യം വരുമ്പോഴത്തേനും കണ്ണനെ വിളിക്കുമ്പോൾ പറയും, അല്ല കണ്ണനെ അല്ല അവിടുത്തെ സ്റ്റാഫ് പറയും, ഓക്കെ എല്ലാം എടുത്തോ, പക്ഷെ മേഡത്തിനോടൊന്ന് ചോദിക്കണം എന്ന് പറയും. മേഡം വരെ മഹാലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട്, അതുകൂടാതെ സാലറി ഒക്കെ നാളെ അമ്മാവൻ വിളിക്കും, സാലറി ഇതുവരെ ക്രെഡിറ്റ് ആയില്ല. പറയാ, അയ്യോ അത് മഹാലക്ഷ്മിയാണ് ഡീൽ ചെയ്യുന്നത്, മഹാലക്ഷ്മി ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി സാലറിയുടെ കാര്യം എന്ന് പറയുവാണ്. അങ്ങനെ ഉണ്ണിയുടെ സാലറിയുടെ കാര്യം ചോദിക്കുമ്പോഴും പറയുന്നതാണ്, മഹാലക്ഷ്മിയുണ്ട്, ആ മഹാലക്ഷ്മിയോട് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ എന്നിങ്ങനെ കണ്ണൻ പറയുവാണ്. അങ്ങനെ കണ്ണൻ എല്ലാത്തിനും പണി കൊടുക്കുവാണ് നാളെ സാലറിയുടെ പേരിൽ. മഞ്ജു എന്താണെങ്കിലും ഇഷ്ടമുള്ളതെല്ലാം ഞാൻ എടുക്കുമെന്നൊക്കെ കടക്കാരൻ ഷോപ്പിൽ നിൽക്കുന്ന ആളോട് പറയുന്നുണ്ട്. അതുപോലെ എല്ലാം എടുത്തു, പക്ഷെ മേഡത്തിനോട് ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുവാണ്. അതാണ് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. അവർ അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല. എന്താണെങ്കിലും അയ്യപ്പൻ മാർക്കോ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അനന്തു എന്താണെങ്കിലും ഫസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് അയ്യപ്പനെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്